ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളിപ്പോൾ മാവ് കുഴച്ച് വെള്ളം ചേർത്ത് മാവ് കുഴച്ച് വെച്ചു. മാവ് കുഴച്ചിട്ട് ഇതേണ്ട പരത്തി. ഇനി നമ്മൾ ശകലം ആദ്യം ഇങ്ങനെ വയ്ക്കുന്നു. അടുത്ത് ഇതേണ്ട ശകലം ശർക്കര ഇങ്ങനെ വയ്ക്കുന്നു. അത് ഓരോരുത്തർക്കും ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ ശകലം കൂടെ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇതിനെ മടക്കി ഇതിനെ എടുത്ത് ഇങ്ങനെ മടക്കി ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ അങ്ങ് മടക്കും. മടക്കിയിടുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മള് ഇഡ്ഡലിക്കുട്ടത്തിൽ അതിന്റെ തട്ടിൽ നമ്മൾ എണ്ണ തടവിയിട്ടാണ് വയ്ക്കുന്നത്. അതേപോലെ തടവണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ആദ്യം ശകലം തേങ്ങ, ശകലം ശർക്കര, ഒരു ശകലം കൂടി തേങ്ങ അതിൻ്റെ പുറത്തൂടെ ഒന്ന് വയ്ക്കുക. വച്ചിട്ട് ഇങ്ങനെ മടക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് മടക്കുന്നു, ഇങ്ങനെ മടക്കുന്നു. ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിൽ ഇതേപോലെ ചെയ്താൽ മതി. വേറെ വലിയ പാടൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. വീട്ടിൽ ഞാനല്ല ഉണ്ടാക്കുന്നത്. ഇത് ഇവരൊക്കെയാണ്, സൗമ്യൊക്കെയാണ് ഇത് ചെയ്യുന്നത് സാധാരണ. പിള്ളേരും ഇന്ന് നമ്മൾ ഒന്ന് സഹായിച്ച് ഞാൻ ഒന്ന് ചെയ്തു നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ഇതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒട്ടിക്കുക. അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഒട്ടിക്കുക. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കണം. അത് ശക്കല മാവ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. നൈസ് കനമായുണ്ടായി. ഓക്കെ, അടുത്തിവിടെ വെച്ച് കൊടുക്കാം. 4 ഉണ്ട ആയി. ഞാൻ അടുത്തത് ശകലം തേങ്ങ വയ്ക്കുക. വീണ്ടും അതേപോലെ തന്നെ ശർക്കര ശകലം കൂടെ ഇതിനകത്ത് വയ്ക്കുക. വീണ്ടും ശകലം തേങ്ങ മുകളിൽ വയ്ക്കുക. മടക്കുക. ഇങ്ങോട്ട് മടക്കുക. തിരിച്ച് ഇങ്ങോട്ട് മടക്കുക. ഉണ്ടല്ലോ. അപ്പോൾ എത്രണ്ണമായി? 5 എണ്ണമായി. അവിടെ വെച്ച് കൊടുത്തു. നമ്മളെല്ലാം കുറേശ്ശെയാണ് വയ്ക്കുന്നത്. ഒരുപാട് ഒന്നും വയ്ക്കുന്നില്ല. ആവശ്യത്തിന് തേങ്ങയും മധുരമൊക്കെ ചേർക്കുക. അപ്പം നമ്മൾ മധുരം കുറച്ചാണ് മാക്സിമം വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ ശകലം തേങ്ങ വച്ചു. ഇനി ഇതിൽ നിന്ന് ശകലം വേണ്ട ശർക്കര വെച്ച് ശകലം കൂടെ തേങ്ങ എടുത്ത് ഇതിൻ്റെ പുറത്തൂടെ അങ്ങ് വയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ഇവിടെ നിന്ന് ഇതിനെടുത്ത് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ മടക്കുക. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ മടക്കുക. മൊത്തം എന്നിട്ട് വേണ്ട ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക.
അത് ശക്കല നൈസ് കനമായ കൊണ്ട് അവിടെ ഉരുട്ടിയപ്പോഴത്തേക്ക് ഇതാട്ടെ ഉണ്ടല്ലോ. ശർക്കര വെച്ചാൽ വരും. പക്ഷേ ശർക്കര കൂടുതലാണ്. ഞാൻ കുറേശ്ശേ വെച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വച്ചിട്ട് കാര്യമില്ല. ഉള്ള മധുരം മൊത്തം ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട്. അത് കാരണം മധുരം കൂട്ടി വെച്ചോട്. ഇനി അടപ്പെടുത്തിട്ട് അടച്ചിട്ടോ. ആയിട്ടുണ്ട്. മീതത്തെ തട്ട് നമ്മൾ ഇങ്ങെടുത്ത് മാറ്റിയായിരുന്നു. ഇനി കഴിച്ചു നോക്കാം. ഇന്ന് ചാട്ടം ഉണ്ടാക്കിയ കൊഴുക്കട്ട ഇരിപ്പുണ്ട. കഴിച്ചു നോക്കാൻ പോകും. ഇതാണ് ജയിലുണ്ടെന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഈ ഉണ്ട പൊട്ടിച്ച് ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയുള്ള സംഭവമാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, ടേസ്റ്റ് ഉണ്ട്. ചൂട് സാറ് കഴിച്ചു അത് എങ്ങനെയുണ്ട്? ചൂട് നോക്കി ചെയ്യും. എങ്ങനെ കൊള്ളാം? കൊള്ളത്തില്ലെന്ന് പറയണം. ആ തേങ്ങയുടെയും ആ ശർക്കരയുടെയും മാവിൻ്റെ എല്ലാം കൂടി സെറ്റ് സാധനം. സൂപ്പർ.